ഇപ്പോൾ നമ്മളെ പാചകവാതക ക്ഷാമത്തിന്റെയും ഇന്ധനക്ഷാമത്തിന്റെയും എല്ലാം വക്കത്തെത്തിച്ച ഇറാനിലെ യുദ്ധം തുടങ്ങിയപ്പോൾ ലോകമാകെ പരന്ന ഒരു വാർത്തയുണ്ട്. എപ്സ്റ്റീൻ ഫയലുകൾ മറയ്ക്കാൻ വേണ്ടിയാണ് ഈ യുദ്ധമെന്ന്. സത്യമെന്തെന്ന് ആർക്കും അറിയില്ല. പക്ഷേ ഒരു സത്യമുണ്ട്, അത് എപ്സ്റ്റീൻ ഫയൽസ് എന്ന സത്യമാണ്. ഒരു മനുഷ്യൻ ലോകത്തെ ഉള്ളം കയ്യിൽ അമ്മാനമാടുന്നവരുമായി പോലും അഭേദ്യ ബന്ധം, അവരുടെ അന്തഃപുരങ്ങളിൽ വരെ കയറിയിറങ്ങാനുള്ള സ്വാതന്ത്ര്യം, അവരുടെ കോൾ ലിസ്റ്റുകളിലെ പ്രധാനി. അയാളുടെ ജീവിതം എന്നും ഒരു ദുരൂഹ സാഹചര്യത്തിലായിരുന്നു. ചുറ്റും ഇരുണ്ടത്. അയാളെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചവരെല്ലാം കണ്ടത് അയാൾക്കു ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ഇരുണ്ട ലോകത്തെ. എത്ര കെട്ടഴിച്ചാലും അഴിഞ്ഞു തീരാത്ത രഹസ്യങ്ങളുടെ വലിയൊരു സഞ്ചയം. ശരിക്കും ലോകത്തെ തന്നെ ഞെട്ടിച്ച മനുഷ്യൻ. അമേരിക്കയിലെ വെറും ഒരു സാധാരണ ഫിനാൻഷ്യൽ അഡ്വൈസർ. പെട്ടെന്ന് അയാൾ ഉയർന്നു പറന്നു. വെറും ഉയർച്ചയല്ല, അമേരിക്കയിലെ ആരെയും സ്വാധീനിക്കാൻ കഴിയുന്ന വ്യക്തിയായി വളർച്ച. പണം കുമിഞ്ഞുകൂടി, വിമാനം സ്വന്തമാക്കി, ഒരു ദ്വീപ് തന്നെ സ്വന്തം പേരിലാക്കി. രാജ്യതലവന്മാർ അയാൾക്കു ചുറ്റും വട്ടമിട്ട് പറന്നു. ബിസിനസ്സുകാർക്ക് അയാൾ കളിക്കൂട്ടുകാരനായിരുന്നു. സിനിമാ താരങ്ങൾക്കും അങ്ങനെ തന്നെ. എങ്ങനെയാണ് വെറും ഒരു മനുഷ്യൻ ഇത്ര പെട്ടെന്ന് ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്നവരെ നിയന്ത്രിക്കാൻ പാകത്തിൽ വളർന്നത്? അധ്യാപകനായാണ് എപ്സ്റ്റീൻ ജീവിതം ആരംഭിച്ചത്. അതിനുള്ള മതിയായ യോഗ്യത ഇല്ലാത്തതിനാൽ പിരിച്ചുവിടുകയായിരുന്നു. പിന്നെയാണ് ഫിനാൻഷ്യൽ അഡ്വൈസർ ആയത്. പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടെ പെൺകുട്ടികളെ ലൈംഗികമായി ഉപയോഗിക്കുകയും പ്രമുഖർക്ക് കാഴ്ചവെക്കുകയും ചെയ്താണ് ഇയാൾ വളർന്നത് എന്ന സത്യം ലോകം വൈകാതെ മനസ്സിലാക്കി. 90കളുടെ തുടക്കത്തിൽ തന്നെ എപ്സ്റ്റീൻ പീഡിപ്പിച്ച പെൺകുട്ടികളുടെ വിവരങ്ങൾ പുറത്തു വന്നു. എപ്സ്റ്റീനെതിരെ പരാതികൾ വന്നു. പക്ഷേ എല്ലാം തേഞ്ഞു മാഞ്ഞു പോയി. 36 പെൺകുട്ടികളെ എപ്സ്റ്റീൻ നേരിട്ട് ലൈംഗികമായി ഉപയോഗിച്ചതായി ഫെഡറൽ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. ലൈംഗികമായി ഉപയോഗിച്ചെന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ ഒപ്പം കിടക്ക പങ്കിടാൻ ഈ പെൺകുട്ടികളെ എപ്സ്റ്റീൻ നിർബന്ധിക്കുകയും ചെയ്തു. ചിലരെ ഇതേ ആവശ്യത്തിന് നാടുകടത്തിക്കൊണ്ടു പോവുകയും ചെയ്തു. 2019 ചില കേസുകളിൽ എപ്സ്റ്റീൻ പിടിയിലായി. സത്യം പുറത്തു വരുമെന്ന് ലോകം കരുതി. പക്ഷേ അതിനു മുൻപേ മറ്റു കേസുകളിൽ ശിക്ഷിക്കപ്പെടാൻ നിൽക്കാതെ സ്വയം മരണം വരിച്ചു. ഇതോടെ കേസുകളെല്ലാം വീണ്ടും ഇരുളിലായി. ബിസിനസ്സുകാരെയും രാജകുടുംബാംഗങ്ങളെയും ഭരണത്തലപ്പത്തുള്ളവരെയുമാണ് എപ്സ്റ്റീൻ ലക്ഷ്യമിട്ടത്. അതുകൊണ്ട് തന്നെയാകണം മറ്റു കേസുകളിൽ നടപടികൾ ആരംഭിക്കും മുമ്പ് തന്നെ ഇയാൾ സ്വയം ജീവിതം അവസാനിപ്പിച്ചത്. ആരുടെ പണം കൊണ്ട് വളർന്നോ അവരെ ഒറ്റിക്കൊടുക്കാതിരിക്കാനാകണം ജയിൽ സെല്ലിൽ തൂങ്ങി തന്നെ ജീവിതം അവസാനിപ്പിച്ചത്. ആരാണ് ഇയാളെ സംരക്ഷിച്ചത്? എന്തുകൊണ്ട് നിയമം നിശബ്ദമായി? CCTV ക്യാമറകൾ പോലും പ്രവർത്തിച്ചില്ല. ഗാർഡുകളെല്ലാം ഉറങ്ങിപ്പോയി. ഇതൊരു സാധാരണ ആത്മഹത്യയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും സത്യം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയുള്ള അവസാന നീക്കമോ? ഇന്നും എപ്സ്റ്റീൻ ഫയലുകൾ ചുറ്റിപ്പറ്റി 100 കണക്കിന് ചോദ്യങ്ങൾ. ആ ലിസ്റ്റിൽ ആരൊക്കെയുണ്ട്? എത്ര സത്യം ഇനിയും മറഞ്ഞിരിക്കുന്നു? ഇതൊരു മനുഷ്യന്റെ കഥയല്ല, ഇതൊരു സിസ്റ്റത്തിന്റെ കഥയാണ്. പണം, അധികാരം, ഇവ സത്യം പോലും മറയ്ക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ ഒരു ദിവസം ഈ ഇരുണ്ട രഹസ്യങ്ങളെല്ലാം വെളിച്ചത്തേക്ക് വരുമോ? കൂടുതൽ വാർത്തകൾക്ക് News18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.